ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയതോടെ വിസ അനുവദിക്കുന്നതിനോടൊപ്പം അടിസ്ഥാന ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഇൻഷുറൻസ് പാക്കേജും മാനവ വിഭവ മന്ത്രാലയം പ്രഖ്യാപിച്ചു. അടുത്ത വർഷം മുതൽ വീട്ടുജോലിക്കാർക്കും സ്വകാര്യ മേഖലയിലെ മുഴുവൻ തൊഴിലാളികൾക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാകും. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി, ആരോഗ്യ സാമൂഹിക സുരക്ഷാ മന്ത്രാലയം, എമിറേറ്റിലെ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയുമായി സഹകരിച്ചാണ് മന്ത്രാലയം ചെലവ് കുറഞ്ഞ ഇൻഷുറൻസ് പാക്കേജുകൾ നൽകുന്നത്. ജനുവരി മുതൽ പുതിയ വിസയ്ക്കും പുതുക്കുന്ന വിസയ്ക്കും ഇൻഷുറൻസ് രേഖ ആവശ്യമാകും. സൗദി ജീസാനിൽ താമസ സ്ഥലത്ത് വാഷിംഗ് മെഷീനിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് അമ്പലപ്പുഴ സ്വദേശി സുകുമാരൻ മരണപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രി 10 മണിക്കായിരുന്നു സംഭവം. മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കടയിൽ നിന്നും വാങ്ങിയ ഉൽപ്പന്നങ്ങൾ മാറ്റിവാങ്ങുകയോ അല്ലെങ്കിൽ തിരികെ നൽകുകയോ ചെയ്യണമെങ്കിൽ ഉപഭോക്താക്കൾക്ക് പർച്ചേസ് തീയതി മുതൽ 15 ദിവസം വരെ സമയമുണ്ടെന്ന് ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഉൽപ്പന്നങ്ങളുടെ എക്സ്ചേഞ്ചുകൾ, റിട്ടേണുകൾ, റീഫണ്ടുകൾ എന്നിവയുടെ കാര്യത്തിലുള്ള ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് എക്സ് പേജിൽ നൽകിയ വിശദീകരണത്തിലാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഉൽപ്പന്നത്തിൽ തകരാർ കണ്ടെത്തുകയോ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനുകൾ പാലിച്ചിട്ടില്ലെന്ന് വ്യക്തമാവുകയോ അല്ലെങ്കിൽ നിശ്ചിത ആവശ്യം നിറവേറാതിരിക്കുകയോ ചെയ്താൽ ഉപഭോക്താക്കൾക്ക് വാങ്ങിയ ഉൽപ്പന്നം കൊടുത്ത് പകരം വാങ്ങിക്കുന്നതിനോ പൂർണ്ണമായ റീഫണ്ടിനോ അർഹതയുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ പർച്ചേസ് റെസിപ്റ്റ് ഹാജരാക്കണമെന്ന് മാത്രം. സൗദി അറേബ്യ കൊടും തണുപ്പിലേക്ക് നീങ്ങുന്നു. അന്തരീക്ഷ താപനില ഗണ്യമായി കുറഞ്ഞ് മിക്ക പ്രദേശങ്ങളും തണുപ്പായി. വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയും ഉണ്ടാകുന്നുണ്ട്. അൽ ജൗഫ് മേഖലയിലെ അൽ ഖുറയാത്തിൽ ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില -1 ഡിഗ്രിയാണ്. സമീപ മേഖലയായ തുറൈഫിൽ 0-ഉം റഫേൽ 1-ഉം അറാറിലും അൽ ഖൈസൂമയിലും 3 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. സക്കാക്കയിലും ഹായിലും 4-ഉം തബൂക്കിൽ 5 ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത്. തബൂക്കിലെ ജബൽ അൽ-ഔസ്, അൽ ഇഖ്ലാൻ, അൽ ദഹർ തുടങ്ങിയ മലയോര പ്രദേശങ്ങളിലും തുറൈഫ്, അൽ ഖുറയാത്ത് പ്രദേശങ്ങളിലുമാണ് മഞ്ഞുവീഴ്ചയുള്ളത്. ഇത് ശക്തിപ്പെടാൻ സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ദിവസം കഴിയും തോറും താപനില ക്രമാതീതമായി കുറയുകയാണ്. ശക്തമായ ഉപരിതല കാറ്റും ചില സ്ഥലങ്ങളിൽ പൊടിക്കാറ്റുമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. നജ്റാൻ, റിയാദ് എന്നിവിടങ്ങളിലും കിഴക്കൻ മേഖലകളുടെ ചില ഭാഗങ്ങളിലും ദൂരക്കാഴ്ചയെ പരിമിതപ്പെടുത്തുന്ന പൊടിക്കാറ്റും കഴിഞ്ഞ ദിവസമുണ്ടായി. ജീസാൻ, അസീർ, അൽബഹ എന്നിവിടങ്ങളിലെ കുന്നിൻ പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കും മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുള്ളതായി കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. റിയാദിലും മഴ സാധ്യതയുണ്ട്. വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. അൽ ജൗഫ്, തബൂക്ക് എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ച വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നും കേന്ദ്രം ചൂണ്ടിക്കാണിച്ചു. ഈ ഭാഗങ്ങളിൽ ശക്തമായ ശീതതരംഗത്തിനും സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട്. അറാർ, തുറൈഫ്, റഫ്ഹ, അൽ ഒവൈഖില എന്നിവിടങ്ങളിൽ താപനില ഇനിയും കുറയുമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തബൂക്കിന്റെ ചില ഭാഗങ്ങൾക്ക് പുറമെ മക്ക, മദീന, ഹായിൽ, വടക്കൻ അതിർത്തികൾ, അൽ ജൗഫ് എന്നിവിടങ്ങളിൽ പൊടിക്കാറ്റും ആലിപ്പഴ വർഷവും നേരിയതോ മിതമായതോ ആയ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും കാലാവസ്ഥാ മാറ്റം തുടരുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിൽ. ഇന്നും നാളെയുമായി 2 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ സബാഹ് ഉൾപ്പെടെ കുവൈറ്റ് ഭരണകൂടവുമായി ചർച്ച നടത്തും. 43 വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകതയും മോദിയുടെ ഈ സന്ദർശനത്തിനുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ രാജ്യത്ത് 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹവും കുവൈറ്റ് സമൂഹവും ഒരുങ്ങിക്കഴിഞ്ഞു. പ്രതിരോധം, വ്യാപാരം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യയും കുവൈറ്റും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു.
ഇന്ത്യൻ ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. അതോടൊപ്പം ഗൾഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. കുവൈറ്റ് കിരീടാവകാശി ഒരുക്കുന്ന പ്രത്യേക വിരുന്ന് സൽക്കാരത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നതായിരിക്കും. യുഎഇയിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് 2025 ജാനുവരി 1 ബുധനാഴ്ച ഒരു ദിവസത്തെ വേതനത്തോടു കൂടിയ പൂർണ്ണമായ അവധി ലഭിക്കുമെന്ന് മനുഷ്യവിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചു. 2025 ആദ്യ പൊതു അവധിയായ ഇത് മുഴുവൻ സ്വകാര്യ മേഖലയിലും ചൊവ്വാഴ്ച ചട്ടപ്രകാരമുള്ള ശമ്പളത്തോടെ ലഭ്യമാക്കപ്പെടും. 2025 ഔദ്യോഗിക അവധികളുടെ പട്ടികയുമായി ഈ പ്രഖ്യാപനം അനുവദിക്കുന്നു. പുതിയ വർഷത്തിൽ യുഎഇയിൽ മൊത്തം 13 പൊതു അവധികൾ ഉണ്ടായിരിക്കും. പ്രധാന മാറ്റമായ ഈദുൽ ഫിത്തർ അവധിക്കാലം അടുത്ത വർഷം ചുരുങ്ങി 4 ദിവസമായി മാറും. അതേസമയം മറ്റ് പൊതു അവധികൾ ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ വന്നാൽ അവയുടെ സ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഡിസംബർ 21 ശനിയാഴ്ച യുഎഇയിലെ ചില പ്രദേശങ്ങളിൽ നേരിയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ദ്വീപുകൾ, വടക്കൻ കിഴക്കൻ പ്രദേശങ്ങൾ എന്നിവയിൽ പ്രത്യേകിച്ച് ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച രാവിലെ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഭാഗികമായി മേഘാവൃതമായ നിബിഡ മേഘാവസ്ഥ അനുഭവപ്പെടും. ശനിയാഴ്ച രാത്രി മുതൽ അറേബ്യൻ ഗൾഫിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകും. ഒമാൻ കടലിൽ ശാന്തമായ തിരമാലകൾ തുടരുന്നതിനോടൊപ്പം വടക്ക് പടിഞ്ഞാറ് മുതൽ തെക്ക് കിഴക്കൻ ദിശയിൽ 10 മുതൽ 20 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റ് 35 കിലോമീറ്റർ വരെ ശക്തി കൂടുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യുഎഇയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങിന് 2025 ജാനുവരി മുതൽ ഫീസ് ഈടാക്കും. DC ചാർജറുകൾക്ക് കിലോവാട്ടിന് വാറ്റിന് പുറമെ 1.20 ദിർഹവും AC ചാർജറുകൾക്ക് കിലോവാട്ടിന് 70 ഫിൽസുമാണ് ഈടാക്കുക. നിലവിൽ ചാർജിംഗ് സൗജന്യമാണ്. ചാർജിംഗ് പോയിന്റുകൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് അറിയാനും മറ്റും UAV എന്ന പേരിൽ പ്രത്യേക മൊബൈൽ ആപ്പും പുറത്തിറക്കും. 2030 ശൃംഖലയിൽ 1000 ചാർജിംഗ് സ്റ്റേഷനുകൾ ഏർപ്പെടുത്തും. ഇന്റർസിറ്റി, ഇൻട്രാസിറ്റി EV സ്റ്റേഷനുകൾ എല്ലാ എമിറേറ്റിലും ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.